സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നുകാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ 2014 സിനിമാ മേഖലയിൽ ലൈംഗികാതിക്രമം നേരിട്ടിരുന്നുവെന്നും അഡ്ജസ്റ്റ്മെന്റിന് തന്നെ നിർബന്ധിച്ചുവെന്നും വെളിപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റ് തുറന്ന കത്തെഴുതി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. 2014 സജി കൊരട്ടി എന്ന മേക്കപ്പ് മാനിൽ നിന്നും ലൈംഗിക അതിക്രമം തനിക്കുണ്ടായെന്നാണ് വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതി. തുടർന്ന് താൻ ഫെഫ്കയിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും അവിടെ നിന്ന് എടുത്തില്ലെന്ന് മാത്രമല്ല, ഊട്ടിയിൽ 65 ദിവസത്തെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റിന് നിർബന്ധിക്കുകയും ചെയ്തുവെന്നാണ് വിവരങ്ങൾ. എതിർത്തപ്പോൾ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞുവിട്ടെന്നും ഇവർ തുറന്നു പറയുകയാണ്. അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ പോലീസിൽ പരാതി നൽകണമെന്ന് എല്ലാവരും തന്നോട് പറഞ്ഞുവെന്നും മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുകയാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് ഫെഫ്കയിലെ വനിതാ സംഘടനയുടെ ജനനവും മരണവും. അതിന് കാരണം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും അവരുടെ അധികാര മോഹവുമാണ്. ഭാഗ്യലക്ഷ്മിയുടെ ഈഗോയും ഇരട്ടത്താപ്പും ഈ സംഘടനയെ ഇല്ലാതാക്കി കളഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഫെഫ്കയിലെ വനിതാ പ്രവർത്തകരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ ഭാഗ്യലക്ഷ്മി പരാതി കൊടുത്ത സ്ത്രീകളെ അത്രയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുകയും മാനഹാനി വരുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തുവെന്ന് ഇപ്പോൾ യുവതി വെളിപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, 2 ദിവസത്തിന് പിന്നാലെ ഭാഗ്യലക്ഷ്മിയെ അനുകൂലിക്കുന്ന 2-3 സ്ത്രീകളെ ക്ലാസ് കൊടുത്ത് പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. വീണ്ടും അവർ പരാതിക്കാരെ അധിക്ഷേപിക്കുകയും അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുകയും അവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് നയിക്കുകയും ചെയ്തുവെന്നാണ് യുവതി പറയുന്നത്. അതായത് അതിജീവിതകളായിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ തിരക്കുകയോ അവർക്ക് മാനസികമായി പിന്തുണ കൊടുക്കുകയോ ചെയ്യാതെ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കി ഒറ്റപ്പെടുത്തുകയായിരുന്നു ഭാഗ്യലക്ഷ്മി ചെയ്തതെന്നാണ് വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നത്. പുതിയ വനിതാ സംഘടന രൂപീകരിച്ചത് ഇവിടെയുള്ള പെർമനന്റ് മെമ്പർ ആയിട്ടുള്ള ഒരു സ്ത്രീകളും അറിഞ്ഞിട്ടില്ലെന്നും അവരുടെ എല്ലാവിധ തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്ന കുറച്ച് സ്ത്രീകളെ മാത്രം അറിയിച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് ഈ സംഘടനയെന്നും ഇവർ പറയുകയാണ്. മേക്കപ്പ് യൂണിയനിൽ റേഡിയോ പോലെ കേൾക്കാൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതിനാൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരു മേക്കപ്പ് മാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും ഇതിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ഇതിൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെ തുടർന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു കാര്യത്തെ കൂട്ടുപിടിച്ച് സെക്രട്ടറിയെ പുറത്താക്കുകയും എന്നെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തികളാണ് ഈ മേക്കപ്പ് യൂണിയൻ സെക്രട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പരാതിക്കാരി പറഞ്ഞത്. പരാതിക്കാരികളായ വ്യക്തികളെ പുറത്താക്കുകയും പ്രതികളായിട്ടുള്ള വ്യക്തികളെ സംരക്ഷിച്ചുകൊണ്ടും അവർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടും സംഘടനാ വിരുദ്ധ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. തെളിവുകളോട് കൂടിയുള്ള പരാതികളാണ് ഈ സ്ത്രീകൾ കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ഗവൺമെന്റ് ഒരു വശത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഈ സിനിമാ സംഘടനയിലെ ചലച്ചിത്ര തൊഴിലാളികളായ സ്ത്രീകളെ വളരെ വലിയ രീതിയിൽ അപമാനിക്കുകയാണ് ഇവിടുത്തെ സംഘടനാ മേധാവികൾ. ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ മഞ്ചേരി എന്ന വ്യക്തി ഒരു 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചിട്ട് പോലും അദ്ദേഹത്തിനെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല. എന്താണ് സ്ത്രീ സുരക്ഷിതം എന്നാണ് ഇവർ വിചാരിക്കുന്നത്? പേടി കൂടാതെ എന്നാണ് നമുക്ക് ജോലി ചെയ്യാൻ കഴിയുന്നത്? സാധാരണക്കാരായ ഒരു സ്ത്രീയുടെ തുറന്നു പറച്ചിലാണ്. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലും ആത്മഹത്യയുടെ വക്കിലുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കത്ത് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.